ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ലിയ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത ചേർന്നല്ലൂടെ ഇടവകാംഗമാണ്. ഞാൻ കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സഭാംഗമാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, അനിയത്തി എന്നിവരാണുള്ളത്. എൻ്റെ വൊക്കേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ വൊക്കേഷൻ സ്റ്റാർട്ടായത് ഒരു 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാറ്റഗിസത്തിന് വിശുദ്ധരെ അറിയാമെന്ന് പറഞ്ഞ ബുക്കും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നതാണ് അൽഫോൻസമ്മയുടെ ജീവചരിത്രം. അപ്പോൾ അൽഫോൻസമ്മയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, അന്ന് നമ്മൾ ചെറുതാണെങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ കാലമൊക്കെ പൊള്ളിച്ചിട്ട് പിന്നെ ഈ കല്യാണമൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മടത്തി പോകാൻ മാതിരം എന്തുട്ടാണാവോ ഈ മഠത്തിലുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഈശോ, അങ്ങനെ ഒരു ചെറിയ ചിന്ത അന്ന് ചെറുതാണെങ്കിലും ഉള്ളിലിങ്ങനെ തോന്നിയിരുന്നു. ആ ഒരു ചിന്തയിൽ ആ ചിന്തയുടെ ഒരു ഉത്തരം എന്ന പോലെയൊക്കെ ആയിരുന്നു എൻ്റെ ദൈവവിളിയുടെ ഒരു യാത്ര എന്നൊക്കെ പറയണത്. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു കർത്താവ് തന്നിട്ടുണ്ടായത്. ഈശോ ആരാണ്, അല്ലെങ്കിൽ മഠത്തിൽ എന്താണുള്ളത്, അങ്ങനെ ഒരു എന്തൊക്കെയാണെന്ന് കാണിച്ചു തന്നിട്ടാണ് ഈ മഠത്തിലേക്കുള്ള യാത്ര എനിക്ക് സാധ്യമാക്കിയത്. അപ്പോൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മ, അനിയത്തിയാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ രാവിലെ തന്നെ ജോലിക്ക് പോവും. പിന്നെ അവർ വൈകിയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് സ്കൂൾ കഴിഞ്ഞൊക്കെ വരുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊന്നും ഉണ്ടാവില്ല. സാധാരണഗതിയിൽ നമ്മൾ ഈ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് വളരെ ഇഷ്ടമാണല്ലോ. അതും ചൂടോടെ ഒന്നും നഷ്ടപ്പെടാതെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് അപ്പച്ചൻ അമ്മച്ചൊക്കെ വൈകി വരുന്നതിന് എനിക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കാറില്ല. കാര്യം അമ്മച്ചി വരുമ്പോൾ എല്ലാം പറയുമെങ്കിലും എല്ലാം അതിൻ്റെ ഫുൾനെസ്സിൽ പറയാനായിട്ട് സാധിക്കാറില്ല. അപ്പം ഞാൻ തന്നെ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് എൻ്റെ പ്രെയർ ഹോളിൽ ഈശോയുടെ ഒരു രൂപത്തിൻ്റെയൊക്കെ മുമ്പിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും മാറാതെ, മീൻസ് ഒന്നും നഷ്ടപ്പെടാതെ ആ മൊത്തം ഫുൾനെസ്സോട് കൂടിയിട്ട് ചൂടോടെ തന്നെ അങ്ങനെ ഈശോയോട് പറയാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വചനം എടുക്കുക. അപ്പോൾ നമ്മൾ അന്ന് ചെറുതായതുകൊണ്ട് നിഷ്കളങ്കരൊക്കെ ആയതുകൊണ്ട് നമ്മളോട് അങ്ങനെ ഈശോ അങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇപ്പം വിഷമമാണെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, തല്ലിട്ടിരിക്കുകയാണെങ്കിൽ, വിഷമിച്ചിരിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ അതിനൊക്കെ പറ്റിയൊരു വചനമൊക്കെ ഈശോ തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ദൈവവിളിയുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഒരു കംഫർട്ട് എനിക്ക് ഈശോയോട് തോന്നി. എപ്പോഴും കൂടെ നടക്കാനും എന്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായാലും ഷെയറിങ്ങിനൊക്കെ പറ്റിയൊരു നല്ല ആളായിട്ട് എനിക്ക് ഈശോനെ തോന്നി. ആ കംഫർട്ട് എനിക്ക് എന്നും വേണം എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഞാൻ സന്യാസത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കടന്നു വന്നത്. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ വരെ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, സിസ്റ്റർ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഐഡൻറ്റിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ കുറേ സിസ്റ്റേഴ്സിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലവർ എന്തൊക്കെ ആവണം, എന്തൊക്കെ ആവണ്ടെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ഇതുപോലെയൊക്കെ ആവണം സിസ്റ്റർമാർ, അല്ലെങ്കിൽ അങ്ങനെ ആവരുത്, അങ്ങനെ കുറേ മൂല്യങ്ങൾ ഇന്നതൊക്കെ വേണം എന്നൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ രൂപപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ കുറേ ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ സിസ്റ്റർ ആവുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ പിള്ളേരോട് പെരുമാറണം, ഇതുപോലെയൊക്കെ ആവണം എന്നൊക്കെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സൊക്കെ വരെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. കുറേ പേർക്ക്, എൻ്റെ കൂട്ടുകാരിമാർക്കൊക്കെ അറിയായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യമൊന്നും. വീട്ടുകാർക്കും കുറച്ചൊക്കെ അറിയായിരുന്നു. എന്നാലും അതിൻ്റെ പോകുമെന്നൊരു ചിന്തയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ധ്യാനമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ കൂടിയപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും കാണുന്ന ഒരു ഈശോനെ. അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതും, പിന്നെ നമ്മളിങ്ങനെ ആരോടും പറയാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും, അങ്ങനെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മളോട് ഇങ്ങനെ നമ്മളെ കാണുന്ന ഒരു ഈശോനെ പറ്റിയിട്ടൊരു അറിവൊക്കെ എനിക്ക് കൗൺസിലിങ്ങിലൂടെ കുറേ കിട്ടി. അപ്പോഴും എനിക്ക് തോന്നാണ് നമ്മൾ എത്രമാത്രം അറിയുകയൊക്കെ ചെയ്യുന്ന ഈശോയ്ക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കും വേണ്ടി നമ്മളിങ്ങനെ ജീവിതം സമർപ്പിക്കാമെന്നൊരു തോന്നലൊക്കെ ആ 10ാം ക്ലാസ്സിൽ വെച്ചൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണ് 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ക്യാമ്പിനൊക്കെ പോയി തുടങ്ങണത്. അപ്പോൾ ഞാനായിരിക്കുന്ന കോൺഗ്രിഗേഷനിൽ എൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങൾ ആൻറ്റി ആ കോൺഗ്രിഗേഷനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആ വഴിക്ക് ഞാനൊരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമ്പിന് ചെന്നിട്ട്
ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. എന്നാൽ പോലും എനിക്കിങ്ങനെ ഒരു തോന്നാണ്, അതായത് ഇപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം എനിക്ക് പക്വതയില്ലാത്തൊരു തീരുമാനമാണെങ്കിൽ പിന്നീട് തിരിച്ചു പോരാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായില്ലായിരുന്നു. അതിൽ തന്നെ മഠത്തിൽ പോവുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, സിസ്റ്ററെ എനിക്കിപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം ഒരു പക്വതയില്ലാത്തതായിട്ട് തോന്നണം, അതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് +2 കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനത്തിലാണ് ഞാൻ +2 പഠിക്കാനായിട്ട് കയറുന്നത്. അപ്പോൾ 10 കഴിഞ്ഞിട്ട് ഞാൻ മഠത്തിൽ പോവാതിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി പോകില്ലായിരിക്കും, +2 കഴിഞ്ഞ് ഞാൻ എന്തായാലും പോകില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ +1ലേക്ക് കയറി. ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ +1 +2 ഒക്കെ കയറുമ്പോൾ നമ്മൾ കുറേയും കൂടി അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകണ കാരണം അങ്ങനെ ഒരു ചിന്തയൊക്കെ എനിക്ക് കുറഞ്ഞു. സിസ്റ്റർ ആവണം അങ്ങനത്തെ ചിന്തയൊക്കെ എനിക്ക് കുറവായിരുന്നു. അതിനെപ്പറ്റിയൊന്ന് ചിന്തിക്കുക, കാര്യം ഈശോയോട് വർത്താനം പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും വചനെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിസ്റ്റർ ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്നും, അല്ലെങ്കിൽ വീട്ടിലെ മൂത്ത ആളാണ് ഞാൻ, അപ്പോൾ വീട് കുറച്ചുകൂടി സെറ്റിലാക്കണം, നഴ്സിംഗൊക്കെ പഠിക്കണം, പുറത്ത് പോയിട്ട് വീടൊക്കെ ഒന്ന് സെറ്റിലാക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ സെറ്റിലാക്കണം, എന്നിട്ട് ആലോചിക്കുക എന്നൊക്കെ ഒരു തീരുമാനമായിരുന്നു എനിക്ക് പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പള്ളിയിൽ പോകും. പള്ളിയിൽ എല്ലാ ദിവസവും പോകില്ലായിരുന്നു ആ സമയത്ത്, ശനിയാഴ്ച ഞായറാഴ്ചയും പോകും, പിന്നെ ഇട ദിവസങ്ങൾ വല്ലപ്പോഴൊക്കെ പോകുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം പള്ളിയിലേക്ക് പോയിരിക്കുന്ന സമയത്താണ് ഞാൻ 6:45 കുർബാനയ്ക്ക് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ 5:45 കുർബാന കഴിഞ്ഞിട്ട് എന്നെ പരിചയമുള്ളൊരു വല്യപ്പനാണ്. വല്യപ്പൻ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരായിരുന്നു. അപ്പോൾ വല്യപ്പൻ സൈക്കിൾ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, നീ ആരുടെ മോളാണ്? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ വല്യപ്പൻ അങ്ങനെ ചോദിക്കുന്നത്, കാരണം എന്നെ അറിയാം ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പള്ളിക്കായി ടീച്ചറിൻ്റെ മോളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അല്ല നീ അവരുടെ മോളല്ലാന്ന്. അപ്പം അത് ഞാൻ അവരുടെ മോൾ തന്നെയാണ്. വല്യപ്പന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പള്ളിക്കായി ടീച്ചറിൻ്റെ മോളാന്ന് പറഞ്ഞു. പക്ഷെ ആൾ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തിട്ടാണ് ആൾ പറയാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പെട്ടെന്ന് പറഞ്ഞു നീ ദൈവത്തിൻ്റെ മോളാ, ദൈവത്തിനുള്ള മോളാന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു കേട്ടോ. ഞാൻ അത്രയും അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ എല്ലാം മറന്നിരിക്കുകയായിരുന്നു, സിസ്റ്റർ ആവണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്പാർക്ക് എന്ന പോലെയാണ് ആ വല്യപ്പൻ്റെ ആ ഒരു പറച്ചിൽ, ദൈവത്തിൻ്റെ മോളാന്നൊരു ചിന്ത. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോയപ്പോഴും കുർബാനയ്ക്ക് ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താണാവോ അങ്ങനെ പറഞ്ഞത് അപ്പാപ്പൻ, ഞാൻ ദൈവത്തിൻ്റെ മോള. അപ്പം ഞാനിങ്ങനെ റീകോൾ ചെയ്തെടുക്കായിരുന്നു, എനിക്കുണ്ടായിരുന്ന സ്വപ്നവും എന്താവണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്തെടുക്കായിരുന്നു. സിസ്റ്റർ ആവാൻ ഈശോനെ വിളിക്കണുണ്ടെന്നൊരു തോന്നലൊക്കെ എനിക്ക് വീണ്ടും അപ്പോൾ വരായിരുന്നു. അങ്ങനെ വീണ്ടും +2 ഒക്കെ കണ്ടിന്യൂ ചെയ്ത്, എന്നാലും എൻ്റെ ഉള്ളിൽ വീണ്ടും ഇങ്ങനെയൊക്കെ ആ വല്യപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞു സിസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം കർത്താവ് എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്നൊക്കെ ആണെങ്കിൽ കൂടിയും എനിക്ക് വീടിനെ കുറിച്ചൊരു ചിന്തയും മൂത്ത കുട്ടിയായതുകൊണ്ട് അത് സെറ്റിലാക്കണം എന്നൊക്കെ ഒരു ചിന്തയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി, എന്ത് ചെയ്യണം, നഴ്സിങ്ങിന് പോകണോ അതോ വേറെ എന്തെങ്കിലും പോകണോ അല്ലെങ്കിൽ സിസ്റ്റർ ആവാൻ പോകണോ, അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു ആ സമയത്താണ്. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും അഡ്മിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു സ്ട്രെസ്സായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ട്, ധ്യാനത്തിനൊന്നും അങ്ങനെ പോകാറില്ല, എന്നാലും മുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എബൈഡിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ എബൈഡ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരിമാരൊക്കെ കൂടിയിട്ട് എബൈഡിന് പോവാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് വിളിയുണ്ടോ എന്ന് ഇങ്ങനെ കണ്ടെത്തണം, എന്താ ചെയ്യേണ്ടതെന്നൊരു ഇത് വേണം, ഒരു മാർഗം കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമാണ് എനിക്കുണ്ടായത്. അങ്ങനെ അവിടെ ചെന്നിട്ട് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് എൻ്റെ വിളിയെ പറ്റിയൊന്നും കണ്ടെത്താനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു, ഭയങ്കര ഒരു മാറ്റം, എനിക്കൊരു ന്യൂ ലൈഫ് എനിക്ക് ഫീൽ ചെയ്തു. എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുറിവുകളൊക്കെ കുറേയൊക്കെ ഉണങ്ങിയ പോലെയൊക്കെ എനിക്ക് കുറേ ഫീൽ ചെയ്തു. അങ്ങനെ കാര്യം എൻ്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും ഇങ്ങനത്തെ കുറേ ഗുണങ്ങളൊക്കെ എബൈഡിൽ നിന്ന് എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എബൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെയും കൺഫ്യൂഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണ പോലെ അടയാളങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ആരെങ്കിലും എന്നോട് പറയണം എനിക്ക് സിസ്റ്റർ ആ വിളി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാനതൊക്കെ കഴിഞ്ഞ് വന്ന് വചനം തുറക്കുമ്പോഴായാലും യോനയുടെ അടയാളം അല്ലാതെ വേറൊരു അടയാളം നൽകപ്പെട്ടില്ല, അങ്ങനത്തെയൊക്കെ വചനങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു
എന്താ ചെയ്യേണ്ടതെന്നപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ആദ്യം ഞാൻ തീരുമാനിച്ചു പോകണ്ട, നഴ്സിംഗൊക്കെ കഴിഞ്ഞിട്ട് പോകാം, വീഡിയോ ഒക്കെ സെറ്റിലാക്കിയിട്ടൊന്ന് പോകാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ, ആർക്കും കുഴപ്പമില്ല. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. പക്ഷെ ആ തീരുമാനം എടുത്തിട്ട് എനിക്കൊരു കംഫർട്ട്, ഒരു സന്തോഷം, ഒരു സമാധാനം തോന്നണ്ടായില്ല. എന്നാലും ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ഒരു ദിവസം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ വചനമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടുകാരോട് ഇങ്ങനെ പറയാണ്, ഞാൻ വേറെ കൂടുതൽ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവാൻ പോവാണ്, ഞാൻ ഈ പ്രാവശ്യം ഒന്നും പഠിക്കണില്ല, ഞാൻ സിസ്റ്റർ ആവാൻ പോവാണെന്ന് പറയാണ്. ഒരു ഒറ്റ മൈൻഡിൽ ഞാനെടുത്ത തീരുമാനമാണത്. രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോവാണെന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ സങ്കടമായി. എന്താണാവോ അവൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ചിന്ത ആർക്കും ഉണ്ടായില്ലായിരുന്നു. +2 കഴിഞ്ഞ് 10 കഴിഞ്ഞ് പോകണില്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് പോവില്ലായിരിക്കുന്നു. പിന്നെ +2 എൻ്റെ കൂട്ടുകാർ അങ്ങനെ ആരും ചിന്തിച്ചില്ല പിന്നെ പോകുമെന്ന്. ഞാനും പിന്നെ അങ്ങനെ പ്രകടമായിട്ടൊന്നും അങ്ങനെ പറയാനൊന്നും നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അവരും ചിന്തിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആയിക്കോട്ടെ എന്നുള്ള പോലെ പറഞ്ഞു. പിന്നെ തീരുമാനം അങ്ങനെ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷനായത്. ഞാൻ എടുത്ത തീരുമാനം ശരിയാണാവോ അല്ലയോ എന്നുള്ള തരത്തിൽ. എന്നാലും അത് കഴിഞ്ഞിട്ട് ഞാനൊരു വചനമായിട്ട് തുറന്നു. അപ്പോൾ വചനം തുറക്കുമ്പോൾ എനിക്ക് നമ്മുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അബ്രാഹത്തിൻ്റെ വിളിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പിന്നെ ഉറപ്പിച്ചു ഇത് തന്നെയാണ് എൻ്റെ വിളി, വേറെ ഒന്നും നോക്കാനില്ല. അപ്പം ഞാൻ അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. പിന്നെ വേറെ ക്യാമ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും പോയില്ല. പിന്നെ ഞാൻ ആൻറ്റി ഈ കോൺഗ്രിഗേഷനിലുണ്ട്, അപ്പോൾ ആൻറ്റീനെ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മഠത്തിലേക്ക് വരാണ്. അങ്ങനെ ഞാൻ മഠത്തിൽ പോകാനായിട്ട് തീരുമാനിച്ചു. വചനമൊക്കെ എടുത്തപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു വചനം കിട്ടിയായിരുന്നു. ഇത് തന്നെയാണ് ദേവനെ വിളിക്കുന്നുണ്ട്, മഠത്തിലേക്ക് കോൺവെൻറ്റ് സിസ്റ്ററാകാൻ വേണ്ടി വിളിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ കൊണ്ട് ഞാൻ പോരാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴെനിക്ക് സഭ കുറച്ച് ഏത് കോൺഗ്രിഗേഷനിൽ പോകണമെന്നൊരു കൺഫ്യൂഷനായിരുന്നു. കാരണം എനിക്ക് നസ്രത്തിലെ സിസ്റ്റേഴ്സിനെ പരിചയമുണ്ട്, അതുപോലെ തന്നെ ആൻറ്റി കോൺഗ്രിഗേഷനിലാണ്, ചാരിറ്റി സിസ്റ്റേഴ്സിലാണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോഴും. അപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ ഇങ്ങനെ ഓർമ്മ വന്നു, ഞാൻ CSCയിൽ ഞങ്ങളുടെ ഈ കോൺഗ്രിഗേഷനിൽ ഞാൻ ക്യാമ്പിന് വന്നതും അവിടെ വെച്ചിട്ട് അങ്ങനെ ആരാധനയ്ക്ക് ഇടയ്ക്ക് ഈശോനെ അങ്ങനെ വിളിക്കണ പോലെ തോന്നിയതൊക്കെ എനിക്കെന്തോ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് തന്നെയായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആൻറ്റീനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അപ്പോൾ അധികാരികളോട് പറഞ്ഞു എൻ്റെ കുട്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് ഞാൻ കമ്മാൻസിയുടെ സമയത്ത് വേറെ ക്യാമ്പിനൊന്നും പോയില്ല. കമ്മാൻസിയുടെ സമയത്തായപ്പോഴേക്കും ചാരിറ്റി കോൺഗ്രിഗേഷനിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് കോൺഗ്രിഗേഷനിൽ വന്നു കഴിഞ്ഞിട്ട് വളരെ സന്തോഷമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാനെടുത്ത ആ സമയം, ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ വന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ ബാച്ചുകാർ, എൻ്റെ ഒരു ഫോർമേഷൻ്റെ ഗുരുക്കന്മാരൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. അതൊക്കെ എനിക്ക് കിട്ടാൻ വേണ്ടിയാണ്, നല്ല ഫോർമേഷനും നല്ല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കർത്താവ് കറക്റ്റ് സമയത്ത് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. സന്തോഷമായിരുന്നു ഫോർമേഷൻ കാലഘട്ടത്തിൽ. എന്നാലും ഈ പറഞ്ഞ പോലെ അതിനിടയിലും കുറേ കുഞ്ഞു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. എടുത്ത വിളി ശരിയാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിൽ ഇങ്ങനെ കുറേ രൂപീകരണത്തിന് സമയമല്ലോ, അപ്പോൾ നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങളും അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ശരിയാണോ, ഇതുതന്നെയാണോ വിളി, ഞങ്ങൾ കറക്റ്റ് ട്രാക്കിലാണോ പോണേ, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ചിന്തകളായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വഴിയായിട്ടും ഇങ്ങനെ പോസിറ്റീവ് ആവാനായിട്ട് ഇതുതന്നെയാണ് വിളി എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറപ്പിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്.
4.5 വർഷത്തിൻ്റെ ഫോർമേഷനൊക്കെ വളരെ നന്നായിട്ട് നടന്ന് വെസ്റ്റീഷ്യൻ്റെ ദിവസമൊക്കെ സമയങ്ങളൊക്കെ വളരെ സന്തോഷമായിരുന്നു. നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് വലിയൊരു പക്ഷെ എന്നാലും അതേസമയം നമ്മുടെ ഒരു യോഗ്യത കുറവും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്ക് അത്ര ഒരു സിസ്റ്ററാവാൻ മാതിരിയുള്ള യോഗ്യതയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച സമയങ്ങളായിരുന്നു. എന്നാലും ആ സമയങ്ങളിലൊക്കെ കർത്താവ് വചനത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് സിസ്റ്റേഴ്സിലൂടെയൊക്കെ ആണെങ്കിലും വളരെ ഒരു എനർജിയും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു വെസ്റ്റീഷ്യൻ്റെ സമയങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ വെസ്റ്റീഷ്യനൊക്കെ ഞങ്ങൾ 2022 സഭാവസ്ത്രം സ്വീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഈ വർഷങ്ങളൊക്കെ സന്തോഷം തന്നെയായിരുന്നു. അതിനിടയ്ക്കാണ് പഠിക്കാനായിട്ട് ഞങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് അധികാരികൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ മഠത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പഠിക്കാതെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. എപ്പോഴും എല്ലാവരും ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ സഹായിച്ചും എല്ലാവരുടെ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാവരും ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തിനെ പറ്റി അങ്ങനെയൊന്നും ചിന്ത ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ മനസ്സിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എന്താണാവോ ഇതാണോ ആഗ്രഹം എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴേ എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റീകോൾ ചെയ്ത് ഞാൻ ഈ പോരണമെന്ന് പറയണേ +2 പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പോരാനായിട്ടൊക്കെ നിന്നപ്പോൾ അതിന് മുമ്പ് പോരണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ ഞാനിങ്ങനെ നീറ്റിന് കൊടുക്കാനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അന്ന് എന്തോ ഭയങ്കര എൻ്റെ ശരിയാവണുണ്ടായില്ല. ചെയ്യാനായിട്ട് ചെല്ലാനോ ഒക്കെ അടയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിയാവണുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താണോ കർത്താവ് ഇതാണോ ദൈവഹിതം എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കാര്യമൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ അന്ന് വില കൊടുത്തത് ഇന്ന് കർത്താവ് തരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇതിലൂടെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതെന്നൊക്കെ ഒരു ചിന്ത അതിലൂടെയാണ് അങ്ങനെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ചിന്തയിലെന്ന് വെച്ചാൽ അങ്ങനെ കുറേ പഠിക്കണം എന്നേക്കാളുപരി നമ്മളാൽ പറ്റുന്ന വിധത്തിൽ ഇങ്ങനെ ഹോം മിഷനൊക്കെ നടത്തി എല്ലാവരുടെ അടുത്തൊക്കെ പോയിട്ട് എല്ലാവരെയും ഈശോയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. അല്ലാണ്ട് കുറേ ഇങ്ങനെ ഇന്ന ഫീൽഡിലൂടെ ഈശോയിലേക്ക് അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായില്ല. പക്ഷേ ഇങ്ങനെ അധികാരികൾ പറഞ്ഞ പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും കർത്താവിൻ്റെ വളരെ അപ്പോൾ എന്നോട് കുറേ പേര് പറയുകയും ചെയ്ത് വലിയൊരു ശുശ്രൂഷയാണിത്, ഈശോയുടെ ഹീലിംഗ് ടച്ചാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ കൂടി കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും കർത്താവ് എന്നിലൂടെ വിചാരിക്കുന്ന ധർമ്മം ഞാൻ പൂർത്തിയാക്കേണ്ട ഒരു പാത ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പഠിക്കാനായിട്ട് സെൻറ്റ് ജോൺസിൽ വന്നിട്ട് പഠിക്കണതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം സന്തോഷമായിട്ട് തന്നെ പോകണം. സന്യാസി ജീവിതം വളരെ സന്തോഷമായിട്ട് പോകണം. ഇപ്പോൾ പഠിക്കണതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈശോയുടെ കൂടെ ഇങ്ങനെ ചേർന്നിരുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ആശ്രയിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈശോ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നതായിട്ടും ഈശോ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നതായിട്ടും ഇങ്ങനെ നയിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ കുറേ തോന്നിയിട്ടുണ്ട്. കുറേ അങ്ങനത്തെ അനുഭവങ്ങൾ കുഞ്ഞു കുറേ അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ ജീവിതം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സന്യാസി ജീവിതം ഞാൻ തിരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റായെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അന്ന് തീരുമാനിച്ചത് ഞാൻ അന്ന് കണ്ടെത്തിയൊരു കംഫർട്ടുണ്ട്. ആ കംഫർട്ട് ഈശോയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നും സന്യാസി ജീവിതം തിരഞ്ഞെടുത്തത്. അതെനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആവശ്യം വന്നാലും ആരൊക്കെ എങ്ങനെയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും ഈശോ എപ്പോഴും കൂടെ ഉണ്ടെന്നും അങ്ങനെ ഒരു തോന്നലും അതാണ് എന്നെ സന്യാസത്തിലിങ്ങനെ നയിക്കണത്. എപ്പോഴും നിലനിൽക്കാനായിട്ട് കൂടെ ഈശോ ഉണ്ടെന്നുള്ളൊരു തോന്നലൊക്കെയാണ് എന്നിങ്ങനെ നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ തലമുറയ്ക്കെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ചിലവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ കിട്ടിയ കുറേ പേരുണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ സന്യാസത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവം നേരിട്ടൊന്നും വന്ന് വിളിക്കില്ല. പക്ഷെ നമുക്ക് ചില ചിന്തകളായിരിക്കും നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലൂടെ നമുക്ക് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു തോട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്യാസത്തിലേക്ക് വിളി ശരിക്കും പറഞ്ഞാൽ കിട്ടണത്. പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ദൈവം വിളിക്കുന്നുണ്ടെന്നും
ദൈവം ഈ വിളിയിലേക്ക് നമ്മളെ വിളിച്ച് ചേർക്കാനായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഏത് വിളിയിലൂടെ ആയാലും നമുക്ക് കർത്താവിനെ കൊടുക്കാം. പക്ഷെ ഓരോ വിളിയിലും അത് സ്പെഷ്യലാണെന്ന്, ഈ വിളി അത്രയും സ്പെഷ്യലാണെന്ന് ഞാൻ കണ്ടെത്തിയത് എനിക്കുണ്ടായ അനുഭവമാണ്. അതായത് ഞാൻ കണ്ടെത്തിയ കംഫർട്ട്. വിളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദൈവം നമ്മൾ നേരിട്ട് വന്നൊന്നും വിളിക്കുന്നതല്ലല്ലോ. നമ്മൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ചെറിയ തോട്ടിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വഴി ഏതെങ്കിലും നല്ല വീഡിയോസ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ വാക്കുകളായിരിക്കും, ആരെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കും, അതുപോലെയൊക്കെ ജീവിക്കണമെന്നൊക്കെ തോന്നിയിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും തന്നെ സിസ്റ്റർ ആയിട്ട് വന്നത്. അല്ലാണ്ട് ദൈവം നേരിട്ട് വന്ന് വിളിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ എല്ലാ കുട്ടികളുടെ ഉള്ളിൽ അങ്ങനത്തെ ചെറിയ സ്പാർക്കുകൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പാർക്ക് നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ അത് ഒന്ന് വളർത്തുകയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ കുറേ സന്യാസ ജൈവവിളികളും ഒക്കെ നമുക്ക് ഉണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ വളരെ ഇൻസ്പയർ ചെയ്തൊരു വചനമാണ് സങ്കീർത്തനങ്ങൾ 121:5 എന്ന് പറയുന്നത്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടെ നിൻ്റെ വലത്തുഭാഗത്തുണ്ടെന്ന്. അപ്പോൾ എപ്പോഴും നമ്മളെ കാണുകയും നമ്മളിങ്ങനെ കാത്തുകൊണ്ട് നടക്കുകയും കാവൽക്കാരനെ പോലെ നമ്മളെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള. ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജീവിതം സമർപ്പിക്കേണ്ടതെന്നൊരു തോട്ടിൽ നിന്നാണ് എനിക്ക് എൻ്റെ ദൈവവിളി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ദൈവം നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊരു തോന്നൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ വിളിയിലേക്കുള്ളൊരു ക്ഷണമാണെന്ന് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് കുറേ ദൈവവിളികൾ ലഭിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളും സന്യാസത്തിലായിരിക്കുന്നവരും സന്തോഷിക്കാനും അവരുടെ ജീവിതത്തിൽ ആനന്ദിക്കാനും ആ ആനന്ദം മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ സാധിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടെന്നും ആ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാനൊക്കെ സാധിക്കുന്നത്.